ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറൻസിക് ബാലിസ്റ്റിക്സിലെ മറ്റൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് അമ്യൂണിഷൻ. സോ ടൈപ്സ് ഓഫ് അമ്യൂണിഷനിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം അനാറ്റമി ഓഫ് ഫയർ ആം. നമ്മൾ നേരത്തെ പഠിച്ച അനാറ്റമിയെക്കുറിച്ച് നമ്മളൊന്നുകൂടെ റീകളക്ട് ചെയ്യും. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്നുകൂടെ നമ്മൾ നോക്കും. പിന്നെ ടൈപ്സ് ഓഫ് അമ്യൂണിഷൻ, ടൈപ്സ് ഓഫ് കാട്രിഡ്ജസ്, അതുപോലെ ടൈപ്സ് ഓഫ് ഗൺ. ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യമേ അനാറ്റമി ഓഫ് ഫയർ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്ന പല കാര്യങ്ങളിലും ഈ ടേംസ് എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫയർ ആം എടുത്താൽ അതിൽ ഏറ്റവും മുന്നിലുള്ള ബാരലിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ മസിൽ എന്ന് പറയുക. ഇതാണ് ബാരൽ. ഈ ട്യൂബ് പോലുള്ള പോർഷനെയാണ് നമ്മൾ ബാരൽ എന്ന് പറയുന്നത്. അതിൽ റൈഫ്ലിങ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് ഹെലിക്കൽ ആയിട്ടുള്ള ഗ്രൂവ്സാണ് റൈഫ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കാട്രിഡ്ജ്. കാട്രിഡ്ജിലാണ് ബുള്ളറ്റ് ഉണ്ടാവുക. അപ്പോൾ കാട്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊപ്പല്ലൻറ്റും പ്രൈമറും ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വരുന്നതാണ് ഫയറിംഗ് പിൻ, ഹാമർ, മാഗസിൻ, ട്രിഗർ ഗാർഡ്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ തന്നെ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കാട്രിഡ്ജാണ്. ഇപ്പോൾ കാട്രിഡ്ജിൻ്റെ മറ്റൊരു പേരാണ് റൗണ്ട് അല്ലെങ്കിൽ ഷെൽ എന്നുള്ളത്. അപ്പോൾ റൗണ്ട് എന്ന് കേട്ടാലും ഷെല്ലെന്ന് കേട്ടാലും ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് ഈ കാട്രിഡ്ജാണ്. അതായത് മൊത്തത്തിലുള്ള ഈ അസംബ്ലിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇനി കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു അമ്മ്യൂണിഷനാണ്. അപ്പോൾ അമ്മ്യൂണിഷൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടേമാണ്. അമ്മ്യൂണിഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എൻ അസംബ്ലി വിച്ച് ക്രിയേറ്റ്സ് പവർ ഓർ ഫോഴ്സ് ഇൻ എ ഫയർ ആം. അപ്പോൾ ഒരു ഫയർ ആമിൽ പവർ അല്ലെങ്കിൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അസംബ്ലിയെയാണ് നമ്മൾ അമ്മ്യൂണിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അമ്മ്യൂണിഷൻ ഒരു ബ്രോഡ് കാറ്റഗറിയാണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മ്യൂണിഷനെ രണ്ടായിട്ടാണ് മേജറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്മോൾ ആംസ് അമ്മ്യൂണിഷൻ, ഒന്ന് ഹെവി വെപ്പൺ അമ്മ്യൂണിഷൻ. അപ്പോൾ സ്മോൾ ആംസ് അമ്മ്യൂണിഷനിൽ ഇവിടെ ഈ ഇമേജിൽ കൊടുത്തിട്ടുള്ള പോലെ ഉപയോഗിക്കുന്നത് നമ്മൾ പിസ്റ്റൽസിൽ ഉപയോഗിക്കുന്നത് സ്മോൾ ആംസ് അമ്മ്യൂണിഷൻ ആണ്. അതുപോലെ റിവോൾവർ, റൈഫിൾഡ് ഫയർ ആംസ്, ഇതൊക്കെ സ്മോൾ ആംസ് അമ്മ്യൂണിഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന അമ്മ്യൂണിഷൻസ് ഏകദേശം ഇതുപോലെയാണ് കാണാനായിട്ടുണ്ടാവുക. പിന്നെ വരുന്നതാണ് ഹെവി വെപ്പൺ അമ്മ്യൂണിഷൻ. ഹെവി വെപ്പൺ അമ്മ്യൂണിഷൻ എന്ന് പറയുമ്പോൾ മെഷീൻ ഗൺസ്, ഗ്രനേഡ് ഹോൾഡേഴ്സ്, അതുപോലെ ക്യാനൺസ്, ഇതൊക്കെ ഹെവി വെപ്പൺ അമ്മ്യൂണിഷനാണ്. പൊതുവേ ഹെവി വെപ്പൺ അമ്മ്യൂണിഷൻ വരുന്നത് മിലിറ്ററി പർപ്പസസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അമ്മ്യൂണിഷൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ഡയമെൻഷൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ ആ ഡയമെൻഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്മോൾ ആംസ് അമ്മ്യൂണിഷൻ ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന അമ്മ്യൂണിഷൻ അല്ലെങ്കിൽ കാട്രിഡ്ജിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ലെസ് ദാൻ 20 mm ആയിരിക്കും. എക്സാമ്പിളാണ് പിസ്റ്റൽസ്, ഹാൻഡ് ഗൺസ്, റൈഫിൾസ് ഒക്കെ. ഹെവി വെപ്പൺ അമ്മ്യൂണിഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അമ്മ്യൂണിഷൻ്റെ അല്ലെങ്കിൽ കാട്രിഡ്ജിൻ്റെ ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 20 mm ആയിരിക്കും. എക്സാമ്പിളാണ് ഹെവി മെഷീൻ ഗൺ, ഗ്രനേഡ് ഹോൾഡേഴ്സ്, ക്യാനൺസ്, ഇതെല്ലാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്മോൾ ആംസ് അമ്മ്യൂണിഷനാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹെവി വെപ്പൺ അമ്മ്യൂണിഷൻ പൊതുവെ മിലിറ്ററി പർപ്പസസിനാണ് ഉപയോഗിക്കുക. സ്മോൾ ആംസ് അമ്മ്യൂണിഷനാണ് നമ്മൾ ഫോറൻസിക്കിൽ കൂടുതലായിട്ട് അനാലിസിസിനായിട്ട് കണ്ടുവരുന്നത്. കാരണം സ്മോൾ ആംസ് അമ്മ്യൂണിഷൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിസ്റ്റൽസും ഹാൻഡ് ഗൺസും റൈഫിൾസും ഒക്കെ ആയതുകൊണ്ട് അതാണ് കൂടുതലും സിവിലിയൻസിനും അല്ലെങ്കിൽ പോലീസുകാർ ഇവരൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും ക്രൈംസിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നതായി കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മോൾ ആംസ് അമ്മ്യൂണിഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് പ്രൈമർ. കാട്രിഡ്ജിൽ പ്രൈമറിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്മോൾ ആംസ് അമ്മ്യൂണിഷനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിന് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സെൻറ്റർ ഫയർ കാട്രിഡ്ജ്, റിം ഫയർ കാട്രിഡ്ജ്, അതുപോലെ കേസ്ലെസ് അമ്മ്യൂണിഷൻ. ഇനി സെൻറ്റർ ഫയർ കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ സെൻറ്റർ ഫയർ കാട്രിഡ്ജിൽ നമ്മൾ പറഞ്ഞു പ്രൈമറിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ, ഈ സ്മോൾ ആംസ് അമ്മ്യൂണിഷൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ പ്രൈമറിൻ്റെ ലൊക്കേഷൻ ഈ സെൻറ്റർ ഫയർ കാട്രിഡ്ജിൽ നമ്മളുടെ കാട്രിഡ്ജിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും പ്രൈമർ ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രൈമർ ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക ഈ കാട്രിഡ്ജിൻ്റെ ബേസിൽ വരുന്ന ഈ സെൻറ്റർ പോർഷനിലായിരിക്കും. ഇനി റിം ഫയർ കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമർ ഈ കാട്രിഡ്ജിൻ്റെ റിം പോർഷനിലായിരിക്കും ഫിൽ ചെയ്തിട്ടുണ്ടാവുക.
കേസ്ലെസ് അമ്യൂണിഷൻ എന്ന് പറയുമ്പോൾ ഈ കാട്രിഡ്ജിന് അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ ബുള്ളറ്റും പ്രൊപ്പല്ലൻറ്റിൻ്റെയും പ്രൈമറിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ അതിന് കേസ് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കേസ് കാണാം. ഈ കേസിലേക്കാണ് എന്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്? ബുള്ളറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ കേസിലേക്കാണ് ഈ ബുള്ളറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കേസ്ലെസ് അമ്യൂണിഷൻ അങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല. പകരം ഈ ബുള്ളറ്റിന് തൊട്ട് താഴെയായിട്ട് തന്നെയായിരിക്കും പ്രൊപ്പല്ലൻറ്റും ഉണ്ടാവുക. അതിന് തൊട്ട് താഴെയായിട്ട് ബോട്ടം പോർഷനിലായിട്ട് പ്രൈമറും ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് കേസ് ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതാണ് സ്മോൾ ആംസ് അമ്യൂണിഷൻ എടുത്താൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് പ്രൈമർ. പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് എടുക്കാം. പക്ഷേ ഇത് എല്ലായിടത്തും നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലൊക്കെ പൊതുവെ കാണുന്ന തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത് തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ടും കേസ്ലെസ് അമ്യൂണിഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. സെൻറ്റർ ഫയർ കാട്രിഡ്ജും റിം ഫയർ കാട്രിഡ്ജസും ആണ് പൊതുവെ ഉണ്ടാവാറ്, അല്ലെങ്കിൽ നമ്മൾ കേസുകളിലൊക്കെ ഫേസ് ചെയ്യാറ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ റിം ഫയർ കാട്രിഡ്ജിനും സെൻറ്റർ ഫയർ കാട്രിഡ്ജും ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇമേജ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് റിം ഫയർ കാട്രിഡ്ജ് പറഞ്ഞ പോലെ റിം പോർഷനിലായിരിക്കും പ്രൈമർ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ ഗ്രേ കളറിൽ ഡാർക്ക് ഗ്രേ കളറിൽ കാണുന്നതാണ് പ്രൈമർ. ഇനി സെൻറ്റർ ഫയർ കാട്രിഡ്ജ് ആകുമ്പോൾ ഈ സെൻറ്റർ പോർഷനിലായിരിക്കും പ്രൈമർ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫയറിംഗ് പിന്ന് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ റിം ഫയർ കാട്രിഡ്ജിലാണെങ്കിൽ ഫയറിംഗ് പിന്ന് വന്ന് സ്ട്രൈക്ക് ചെയ്യുക ഈ റിം റീജിയണിലായിരിക്കും. സെൻറ്റർ ഫയറിലാണെങ്കിൽ ഫയറിംഗ് പിന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ സെൻറ്റർ പോർഷനിലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സെൻറ്റർ ഫയർ കാട്രിഡ്ജ്, എന്താണ് റിം ഫയർ കാട്രിഡ്ജ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഏത് ടൈപ്പ് ഓഫ് ബോർ അല്ലെങ്കിൽ ബാരലിലാണ് ഉപയോഗിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ സെൻറ്റർ ഫയർ കാട്രിഡ്ജിനും റിം ഫയർ കാട്രിഡ്ജിനും വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് റൈഫിൾഡ് കാട്രിഡ്ജ് എന്നും ഷോർട്ട് ഗൺ കാട്രിഡ്ജ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ റൈഫിൾഡ് കാട്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോമ്പോണൻസ് ഇങ്ങനെയായിരിക്കും. അതായത് റൈഫിൾഡ് കാട്രിഡ്ജ് റൈഫിൾഡ് ഗൺസിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക, ലൈക്ക് പിസ്റ്റൽസ്, ഹാൻഡ് ഗൺസ്. അപ്പോൾ റൈഫിൾഡ് കാട്രിഡ്ജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരേണ്ടത് അതിൻ്റെ ബാരൽ അല്ലെങ്കിൽ അതിൻ്റെ ബോറിൽ റൈഫിളിങ്സ് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഫയർ ആംസിൽ മാത്രമാണ് ഈ റൈഫിൾഡ് കാട്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റുക, അതും സെൻറ്റർ ഫയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ബുള്ളറ്റ് ഉണ്ടാവും, പിന്നെ തൊട്ട് താഴെ നമ്മുടെ പ്രൊപ്പല്ലൻറ്റും പിന്നെ പ്രൈമറും. ഇതെല്ലാം ഒരു കേസിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇനി വരുന്നതാണ് സെൻറ്റർ ഫയർ കാട്രിഡ്ജിൽ തന്നെ സ്മൂത്ത് ബാരൽ അല്ലെങ്കിൽ ഷോർട്ട് ഗൺ കാട്രിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ഗൺ കാട്രിഡ്ജസ് നമുക്ക് സ്മൂത്ത് ബോർ ആയിട്ടുള്ള ഗൺസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഗണ്ണിൻ്റെ ബോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാരൽ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, അതിൽ റൈഫിളിങ്സ് ഉണ്ടാവില്ല. നമുക്കത് നോക്കാം എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു, എന്നാലും ഒന്നുകൂടെ നമുക്കത് നോക്കാം. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ റൈഫിൾഡ് കാട്രിഡ്ജും ഷോർട്ട് ഗൺ കാട്രിഡ്ജും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ റൈഫിൾഡ് കാട്രിഡ്ജിൽ നമ്മൾ ബുള്ളറ്റ് ആയിരിക്കും ഉപയോഗിക്കുക, ഷോർട്ട് ഗൺ കാട്രിഡ്ജിൽ നമ്മൾ പെല്ലറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുക, ലെഡ് പെല്ലറ്റ്സ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഡബിൾ ബാരൽ ഗണ്ണ്, സിംഗിൾ ബാരൽ ഗണ്ണൊക്കെയാണ് ഈ തരത്തിലുള്ള കാട്രിഡ്ജുകൾ ഉപയോഗിക്കുന്നത്. ഇനി വരുന്നതാണ് റിം ഫയർ കാട്രിഡ്ജ്. അതായത് റിമ്മിലായിരിക്കും നമ്മൾ പ്രൈമർ ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അതും റൈഫിൾഡ് കാട്രിഡ്ജിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിം ഫയർ കാട്രിഡ്ജും ഉണ്ട്, ഷോർട്ട് ഗണ്ണിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിം ഫയർ കാട്രിഡ്ജും ഉണ്ട്. ഇപ്പോൾ റൈഫിൾഡ് കാട്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ റിമ്മിലായിരിക്കും എന്തുണ്ടാവുന്നത്, പ്രൈമർ ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അതിനൊരു എക്സാമ്പിളാണ് .22 LR ലോങ് റൈഫിൾ ഗൺസ്. ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കാട്രിഡ്ജാണ്. ഇത് പൊതുവേ റൈഫിൾഡ് കാട്രിഡ്ജിൽ വരുമ്പോൾ റിം ഫയറിൽ വരുന്നതിന് ഒരു എക്സാമ്പിളാണിത്. പൊതുവേ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ഷോർട്ട് ഗൺ കാട്രിഡ്ജ്. ഷോർട്ട് ഗൺസിൽ അതായത് സ്മൂത്ത് ബോർ ആയിട്ടുള്ള ഗൺസിൽ നമുക്ക് ഇങ്ങനെയുള്ള കാട്രിഡ്ജ് യൂസ് ചെയ്യാം. ഷോർട്ട് ഗൺ കാട്രിഡ്ജ്, റിം ഫയർ ആയിട്ടുള്ള കാട്രിഡ്ജ് യൂസ് ചെയ്യാം. അതിന് പൊതുവേ ഇത്തരത്തിലുള്ള ഷോർട്ട് ഗൺ കാട്രിഡ്ജസ്, റിം ഫയർഡ് ആയിട്ടുള്ള ഷോർട്ട് ഗൺ കാട്രിഡ്ജസ് യൂസ് ചെയ്യുന്നത് പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള, ക്ലോസ് റേഞ്ച് ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഷോർട്ട് ഗൺ കാട്രിഡ്ജസ്, പെല്ലറ്റ് ആയിട്ടുള്ള ഷോർട്ട് ഗൺ കാട്രിഡ്ജസ് യൂസ് ചെയ്യുക.
അപ്പോൾ ഇത്രയുമാണ് സെൻട്രൽ ഫയർ ആൻഡ് റിം ഫയർ കാട്രിഡ്ജസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞ പോലെ ഈ പോർഷൻസിലായിരിക്കും ഫയറിംഗ് പിന്ന് വന്ന് ഹിറ്റ് ചെയ്യുക. സെൻട്രൽ ഫയർ കാട്രിഡ്ജ് ആണെങ്കിൽ, റിം ഫയർ കാട്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഫയറിംഗ് പിന്ന് വന്ന് ഹിറ്റ് ചെയ്യുക ഈ റിമ്മിലായിരിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ഏതാണ് വേണ്ടതെന്ന് ബാലിസ്റ്റിക് എക്സ്പേർട്സ് ചൂസ് ചെയ്യുക. ഓരോ ഫയർ ആമിനും ഏത് തരത്തിലുള്ള കാട്രിഡ്ജ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇനി കാട്രിഡ്ജിൻ്റെ നോമൻക്ലേച്ചറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു കാട്രിഡ്ജ് കേസാണ്, ഇതിൽ ബുള്ളറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ കേസിൻ്റെ മാത്രം ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ കേസ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ പോർഷനെ, ബേസ് പോർഷനാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ റിം അല്ലെങ്കിൽ ഫ്ലാഞ്ച് എന്ന് പറയുക. പിന്നെ ഇവിടെ ഒരു ഗ്രൂവ് പോലെ ഉണ്ടാവും, അതാണ് എക്സ്ട്രാക്ടർ ഗ്രൂവ്. അപ്പോൾ ഈ റിം അല്ലെങ്കിൽ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ഫയറിങ് കഴിഞ്ഞതിന് ശേഷം ആ കേസിനെ ഫയറാമിൽ നിന്ന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് ഈ റിമ്മും എക്സ്ട്രാക്ടർ ഗ്രൂവും. പിന്നെ വരുന്നതാണ് ഷോൾഡർ, പിന്നെ കേസ്, മൗത്ത്, നെക്ക്. അപ്പോൾ ഈ പോർഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ നോമൻക്ലേച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു കാട്രിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 7.62/51 mm ഇങ്ങനെയായിരിക്കും ജനറലി ഒരു കാട്രിഡ്ജ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 7.62 എന്ന് പറയുന്നത് ആ ഗണ്ണിൻ്റെ കാലിബറും അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബുള്ളറ്റിൻ്റെ ഡയമീറ്ററും ഗണ്ണിൻ്റെ കാലിബറും ആയിരിക്കും ഈ 7.62 കൊണ്ട് ഉദ്ദേശിക്കുക. 51 എന്ന് പറയുന്നത് ആ കേസിൻ്റെ ലെങ്ത്തിനെയാണ്. അതായത് ഈ കേസ് ലെങ്ത് ഇത്രയും ലെങ്ത്തിനാണ് എക്സെപ്റ്റ് ബുള്ളറ്റ്, അതിനെയാണ് നമ്മൾ കേസ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കാട്രിഡ്ജ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതും പൊതുവേ എല്ലാ ക്വസ്റ്റ്യൻസിനും ചോദിക്കാറുണ്ട്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കാലിബർ എന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഹെലിക്കൽ ഗ്രൂവ്സ് റൈഫിളിങ് ചെയ്യുമ്പോൾ ആ ബോറിൻ്റെ ഉള്ളിൽ റൈഫിളിങ് ചെയ്യുമ്പോൾ ഹെലിക്കൽ ഗ്രൂവ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഹെലിക്കൽ ഗ്രൂവ്സിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ ഗ്രൂവ്സ് പോലെ ഉണ്ടാവും, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർഷൻസിനെയാണ് നമ്മൾ ലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ താഴെ ഈ ഡിപ്പ് പോർഷൻസിനെയാണ് നമ്മൾ ഗ്രൂവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലാൻഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കാലിബർ എന്ന് പറയുക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആ ബുള്ളറ്റിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ലാൻഡ്സ് ഓഫ് എ റൈഫിളിംഗ് ഈസ് കോൾഡ് കാലിബർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഫയർ കാട്രിഡ്ജും റിം ഫയർ കാട്രിഡ്ജും പറഞ്ഞു. അതിൽ നമ്മൾ രണ്ട് ടേംസ് ഇവിടെ പറഞ്ഞു, റൈഫിൾഡ് ഗൺസും സ്മൂത്ത് ബോർ ഗൺസും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് നോക്കാം, നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ റൈഫിൾഡ് ഗൺസും സ്മൂത്ത് ബോർ ഗൺസും നമ്മൾ പറഞ്ഞ പോലെ റൈഫിൾഡ് ഗൺസിന് ഹെലിക്കലായിട്ടുള്ള ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റൈഫിൾഡ് ആയിട്ടുള്ള ഗൺസ് എടുത്താൽ അതിൻ്റെ ബാരൽ നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഹെലിക്കൽ ഗ്രൂവ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പിസ്റ്റൾസ്, ഹാൻഡ് ഗൺസ്, റൈഫിൾ ഗൺസ് ഒക്കെ. ഇനി വരുന്നതാണ് സ്മൂത്ത് ബോർ ഗൺസ്. സ്മൂത്ത് ബോർ ഗൺസിനകത്ത് ആ ബോർ എന്ന് പറയുന്നതിൽ ഹെലിക്കൽ ഗ്രൂവ്സ് ഒന്നും ഉണ്ടാവില്ല, അത് വളരെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗൺസിനെയാണ് നമ്മൾ സ്മൂത്ത് ബോർ ഗൺസ് അല്ലെങ്കിൽ സ്മൂത്ത് ബാരൽ ഗൺസ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സിംഗിൾ ബാരൽ ഗൺസ്, ഡബിൾ ബാരൽ ഗൺസ്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഡബിൾ ബാരൽ ഗൺസ് ആണ്, ഡബിൾ ബാരൽ ഗണ്ണാണ്. ഇതിൽ രണ്ട് ബാരൽസ് ഉണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇമേജാണ്, ഇത് മുൻപും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഹെലിക്കലായിട്ടുള്ള ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റൈഫിൾഡ് ടൈപ്പ് ഓഫ് ഗണ്ണാണ്. ഇതിനകത്ത് ഗ്രൂവ്സ് ഒന്നും തന്നെ ഇല്ല, സ്മൂത്താണ് ഇതിൻ്റെ ബോർ. അപ്പോൾ ഇതിന് നമുക്ക് സ്മൂത്ത് ബോർ ഗൺ എന്ന് പറയാം. അപ്പോൾ ഇതിൽ റൈഫിൾഡ് ഗൺസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാട്രിഡ്ജസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റിം ഫയർ അല്ലെങ്കിൽ സെൻട്രൽ ഫയർ കാട്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റൈൽ പൊതുവെ ബുള്ളറ്റ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് സ്മൂത്ത് ബോർ ഗണ്ണ്. സ്മൂത്ത് ഗണ്ണിൽ നമുക്ക് ഷോർട്ട് ഷെൽ കാട്രിഡ്ജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാട്രിഡ്ജാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റിം ഫയറും ആകാം സെൻട്രൽ ഫയറും ആകാം. ഇനി അതിൽ ഉപയോഗിക്കുന്ന പ്രൊജക്റ്റൈൽസ് ലെഡ് ഷോട്ട്സ് അല്ലെങ്കിൽ പെല്ലറ്റ്സ് അല്ലെങ്കിൽ സ്ലഗ്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയത് ആദ്യം അനാറ്റമി ഓഫ് ഫയർ ആം റിക്കളക്ട് ചെയ്തു എന്താണെന്നുള്ളത്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അമ്യൂണിഷൻ എന്താണെന്ന് നോക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് കാട്രിഡ്ജസ് ബേസ്ഡ് ഓൺ പ്രൈമർ എന്താണെന്ന് നോക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗൺസ് ബേസ്ഡ് ഓൺ ബോർ, ഒരു ഇനീഷ്യൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോറിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ച് എങ്ങനെയാണ് ഗൺ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ടെർമിനോളജീസ് എല്ലാം ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്, പല ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇനിയും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും. അപ്പോൾ താങ്ക് യു.